ഹലോ ഗായ്സ്, ഇത് കണ്ട ഒരു മുട്ടയുടെ ഷേപ്പ് പോലെ ഇല്ലേ? എന്നാൽ അത് തന്നെയാണ് കേട്ടോ നമുക്ക് വേണ്ടത്. അതങ്ങനെ വെട്ടിയെടുത്ത് അതിലൊരു ക്രാക്ക് വരച്ചെടുക്കുക, അതും മുറിച്ചെടുക്കണം. ഇനി നമ്മളൊരു കോഴിക്കുട്ടനെ ഉണ്ടാക്കാൻ പോണേ. അതിനൊരു പേപ്പർ ഈ ഒരു ഷേപ്പിൽ വെട്ടിയെടുക്കണം. അതിൽ നമ്മൾ യെല്ലോ കളർ അടിച്ചെടുത്തിട്ടുണ്ട്. കണ്ണിന് വേണ്ടി ബ്ലാക്ക് പെയിന്റ് അടിച്ചെടുക്കുക, അല്ലെങ്കിൽ ഞാൻ ഇവിടെ പൊട്ട് വെച്ചേക്കുക കേട്ടോ. പിന്നെ കൊക്കിന് നമ്മൾ ഇതുപോലെ വെട്ടിയെടുത്ത് ഒരു ഓറഞ്ച് കളർ അടിച്ചെടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് ബ്ലഷും കൂടെ ആഡ് ചെയ്ത് കൊടുത്തു, ഒരു ക്യൂട്ട്നെസ്സിന് വേണ്ടിയിട്ട്. കണ്ണിന് കുറച്ച് ജീവൻ കൊടുക്കാനായിട്ട് വൈറ്റ്നർ വെച്ചിട്ട് ഒരു വെള്ള ഡോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി കോഴിക്കുട്ടന് ഒരു കുഞ്ഞി ചിറക് വെച്ച് കൊടുക്കുക. ചിറക് ഇതുപോലെ വെട്ടിയിട്ട് നമ്മൾ യെല്ലോ പെയിന്റ് അടിച്ചെടുത്തിട്ടുണ്ട്. അത് എന്നിട്ട് സൈഡിൽ ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. ആദ്യം നമ്മൾ എഗ്ഗിന്റെ ഷേപ്പ് വെട്ടിയെടുക്കുമ്പോൾ ഒരു പേപ്പർ മടക്കി വെച്ചിട്ടല്ലേ വെട്ടിയെടുത്തേ. അതിലൊരു പേപ്പറിലാണ് നമ്മൾ ക്രാക്ക് വരച്ച് വെട്ടിയത്. ക്രാക്ക് വെട്ടിയെടുക്കാത്ത പേപ്പറാണ് ഇവിടെ നമ്മൾ എടുത്തേക്കണേ. അതിലിങ്ങനെ ഡബിൾ ടേപ്പ് ഒട്ടിച്ചു കൊടുത്തിട്ട് ക്രാക്ക് വെച്ച് വെട്ടിയ ഭാഗം ഇവിടെ ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മുടെ കോഴിക്കുട്ടൻ ഒരു ഐസ്ക്രീം സ്റ്റിക്കിൽ ഒട്ടിച്ചു കൊടുക്കണം കേട്ടോ. എന്നിട്ട് അത് അതിനുള്ളിലൂടെ ഇറക്കി വെച്ച് കൊടുക്കുക. എന്ത് ക്യൂട്ടാണല്ലേ കാണാൻ. ഇനി നമ്മുടെ മുട്ടത്തോട് വെച്ച് ഇത് അങ്ങോട്ട് അടച്ചെടുക്കുക. അടച്ചെടുക്കുമ്പോൾ ഏത് പോർഷനിലാണ് നമ്മുടെ കോഴിക്കുട്ടി ഇരിക്കുന്നത് അവിടെ നമുക്ക് ഇതൊന്ന് ഒട്ടിച്ചു കൊടുക്കണം കേട്ടോ. എന്നാലും ഇനി ഇതിങ്ങനെ പൊക്കുമ്പോൾ ആ മുട്ടത്തോടൊപ്പം വരുള്ളൂ. അപ്പോൾ നിങ്ങളുടെ കോഴിച്ചങ്കിൻ്റെ ബർത്ത്ഡേക്ക് ഇങ്ങനെ ഒരു ഗിഫ്റ്റ് ഉണ്ടാക്കി കൊടുക്കാൻ മറക്കല്ലേ കേട്ടോ. അപ്പോൾ അത്രയേ ഉള്ളൂ. താങ്ക് യു ഫോർ വാച്ചിങ്.